ഹലോ മുത്തുമണീസ്, ഹലോ. നമ്മളിന്ന് ഖലീഫ കണ്ടിട്ട് വരാണ്. അടിപൊളി പടം. ജെയ്ക്സ് ബിജോയുടെ BGM-ഉം മ്യൂസിക്കും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. മാമ്പറക്കൽ അഹമ്മദ് ഹാജി അടിപൊളിയായിരുന്നു അല്ലേ? പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സ്ലോ പേസ് ആണ്, ബട്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒരു സോളിഡ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി, ബട്ട് ഇറ്റ് വാസ് ഫൈൻ. പിന്നെ വൈശാഖിൻ്റെ ആ ഒരു മൂവിയുടെ പേസിന് ചേരുന്ന രീതിയിൽ ചമ്മൻ ചാക്കോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഫിലിമിൻ്റെ ആ ക്രൂ ഇസ് ഓസം. പിന്നെ പൃഥ്വിരാജിൻ്റെ കുറേ നാൾ കണ്ടതിൽ നിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. ഇമോഷൻസ് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ആ ഒരു വെഞ്ചൻസ് ആണെങ്കിലും എല്ലാം പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ദ മോസ്റ്റ് വെയിറ്റഡ് ക്യാമിയോ ബൈ ദ ബിഗ് എൽ, മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾ വാസ് അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോസ് അതായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോസ് ഉണ്ടെന്നല്ലാതെ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒട്ടും നമ്മൾ നേരത്തെ ഇത് ചെയ്യരുത്. ബിക്കോസ് ആ അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ആണ് ഫിലിമിൻ്റെ ഒരു ത്രില്ലിംഗ് ഫാക്ടർ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ BGM കുറച്ച് ലോ ആൻഡ് ഹൈ ആയിട്ട് ഇങ്ങനെ പിച്ച് ചെയ്ത് കൊടുത്തത് അത് അത്രയ്ക്ക് അങ്ങ് ഒരു ഫീല് തോന്നിയില്ല. ബട്ട് ഓവറോൾ ഒരു അടിപൊളി ഓണം റിലീസ് തന്നെയാണിത്. മാമ്പറക്കൽ പള്ളിയിലെ ഉറൂസ് അടിപൊളി. ആക്ടിങ് വൈസ് എല്ലാവരും ലെജൻഡറി ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകന്റെ റോളൊക്കെ അടിപൊളിയായിരുന്നു അല്ലെ? ഷമ്മി തിലകനൊക്കെ ഇറ്റ് വാസ് സോ ഗുഡ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് മൂവിയുടെ ആ ഒരു മൊമെന്റ്സ് എന്താണെങ്കിലും ഖലീഫ 2 ഉണ്ടാകും എന്നുള്ള ഒരു ഫീലിങ്ങിലാണ് മൂവി നിർത്തിയിരിക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടി ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നേനെ എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി. ബട്ട് ആസ് എ ഹോൾ ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ കുറേ ഹൈ മൊമെന്റ്സും നമ്മളെ കുറേ പിടിച്ചിരുത്തുന്ന ടു ദ എഡ്ജ് ഓഫ് ദ സീറ്റ് നമ്മളെ കൊണ്ടുപോകുന്ന ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ട് മൂവിക്ക്. അതൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ മൂവിയുടെ. പൃഥ്വിരാജ് ഈ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ദാറ്റ് വാസ് ഓസം. അതല്ല അവൻ്റെ ആ വിസ്കസ് സാറ്റിൻ ബ്ലാക്ക് കോംബോ ഷർട്ട്സും അവൻ്റെ ആ ഒരു ഡിസ്റ്റോർട്ടഡ് ഹാർട്ട് നെക്ക് ബെൽറ്റും എല്ലാം ഭയങ്കര, അതായത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ആക്ടർ എങ്ങനെയാണ് ആക്ടിങ് കരിയറിൽ നിൽക്കേണ്ടതെന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് പൃഥ്വിരാജ്. കാരണം ആ സ്വാഗ്, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ലുക്സ് ഒക്കെ അതുപോലെ അവൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. പിന്നെ ആക്ട്രസ് ആണെങ്കിലും അത്രയും ഒത്തിരി ഒന്നും ചെയ്യാനൊന്നും ഉള്ള ക്യാരക്ടർ അല്ലെങ്കിലും ആ ക്യാരക്ടറിന് വേണ്ടുന്ന ഇമോഷൻസ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആസ് എ ഹോൾ മൂവി ഈസ് എ റിയൽ എൻ്റർടൈനർ. ഒരു അടിപൊളി ഓണം റിലീസ് തന്നെയാണ്. അപ്പം എല്ലാവരും പറ്റുമെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കാണണം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണേണ്ട മൂവിയല്ല, പക്ഷേ ആ ഒരു ത്രിൽ, ആ ഒരു വെഞ്ചൻസ്, ആ ഒരു സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് അതെല്ലാം നല്ല രീതിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. ഒരു അടിപൊളി മൂവി എക്സ്പീരിയൻസ് ആണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ. സോ ഖലീഫ ഇസ് ഗോണ ബി എ ഗ്രേറ്റ് റിലീസ്. പിന്നെ I Am Gameന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബട്ട് I Am Gameും ഖലീഫയും ഒരുമിച്ചിറങ്ങി ആ ഒരു ഓണം ക്ലാഷ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അത് നമ്മൾക്ക് ഫിലിം അല്ലെങ്കിൽ സിനിമ ലവേഴ്സിന് കിട്ടിയില്ല ആ ഒരു ചാൻസ്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ I Am Game, and this was a great experience. Bye bye.